നേതാക്കളുടെ ഇടപെടലിനൊടുവിൽ വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറി യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ. തോമാറ്റുചാൽ ഡിവിഷനിലേക്കായിരുന്നു വിമതനായി ജഷീർ പത്രിക നൽകിയിരുന്നത്. എന്നെ വളർത്തിയ പാർട്ടിക്ക്, എന്നെ സംരക്ഷിച്ച പാർട്ടിക്ക്, എന്നെ നാലാളെ മുമ്പിലാകെ അറിയിച്ച പാർട്ടിക്ക് ഒരു മുറിവ് പോലും, ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന വലിയൊരു ദൃഢപ്രതിജ്ഞയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ. സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ്. അതേസമയം നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറിനെതിരെയുള്ള മത്സരത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്നാണ് വിമതനായി രംഗത്തെത്തിയ ബിനു ജേക്കബിന്റെ നിലപാട്. സുജിത്ത് അയ്യപ്പത്തി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുജിത്ത്, ഏറെ ചർച്ചയായതും ശ്രദ്ധ കേന്ദ്രീകരിച്ചതുമായ ഒരു നാമനിർദ്ദേശ പത്രികയായിരുന്നു ജഷീർ പള്ളിവയലിൻ്റെത്. ഏതായാലും ജഷീർ ആയിരുന്നു, പക്ഷേ ബിനു ജേക്കബ് അങ്ങനെ തന്നെ നിലപാട് കടുപ്പിക്കുമ്പോൾ ഇനി എന്താണ് കോൺഗ്രസിന് മുന്നിലുള്ള വഴി വയനാട്ടിൽ? കോൺഗ്രസിലെ ഈ പ്രശ്നങ്ങൾ അത് പൂർണ്ണമായി അവസാനിച്ചു എന്ന് കരുതാൻ കഴിയുകയില്ല. എന്തായാലും ഒരു ആശ്വാസകരമായ തീരുമാനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വിമത സ്ഥാനാർത്ഥികളെല്ലാം പത്രിക പിൻവലിച്ചിട്ടുണ്ട്, ഒരാൾ ഒഴികെ. ബാക്കി എല്ലാവരും പത്രിക പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പരിധിവരെയെങ്കിലും കോൺഗ്രസിനെ സവിശേഷമാക്കുന്നത്. എന്തായാലും ജഷീർ പള്ളിവേൽ അല്പസമയം പത്രിക പിൻവലിച്ച് DCC ഓഫീസിലെത്തി. ഇതിന് തൊട്ട് മുമ്പായി DCC നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ടി സിദ്ദിഖ്, TJ ഐസക്, PP ആലി അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് പാർട്ടിക്ക് മുറിവേൽക്കുന്ന വിധത്തിലുള്ള തീരുമാനം തന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുള്ളത് ജഷീർ രാവിലെ തന്നെ നമ്മളോട് 24നോടാണ് ആദ്യം വ്യക്തമാക്കിയത്. പിന്നീട് പത്രിക പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്കൊപ്പമാണ് അദ്ദേഹം പത്രിക പിൻവലിക്കാൻ വേണ്ടി കളക്ടറേറ്റിലെത്തുകയും പിന്നീട് പത്രിക പിൻവലിക്കുകയും കാൽനടയായി നേരെ DCC ഓഫീസിലേക്ക് എത്തുകയും ചെയ്തത്. ഇതിനുശേഷം DC പ്രസിഡന്റ് അദ്ദേഹത്തെ സ്വീകരിച്ചു. പാർട്ടിക്ക് ഒരു തരത്തിലുള്ള പോറലും ഏൽപ്പിക്കാൻ താൻ തയ്യാറാകില്ല, താൻ പാർട്ടിക്കൊപ്പം തുടരും എന്നുള്ള നിലപാട് ജഷീർ ആവർത്തിക്കുകയാണ് ഉണ്ടായത്. അതേസമയം ഇപ്പോൾ ഏറ്റവും വലിയ ഒരു വിമത ഭീഷണിയായി നിലനിൽക്കുന്നത് അത് പൂതാടി ഡിവിഷനിലാണ്. പനമരം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂതാടി ഡിവിഷനിൽ ഇപ്പോൾ സംഷാദ് മരക്കാറിനെതിരെ, അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം, DCC വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിനെതിരെ മുൻ കണിയാമ്പറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ബിനു ജേക്കബ്. അദ്ദേഹമാണ് മത്സരരംഗത്ത് ഉള്ളത്. ഒരു ടേം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ്. എന്തായാലും അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ. ഒരു തരത്തിലും അത് പിൻവലിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മേഖലയിൽ പലയിടത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. നെന്മേനിയിൽ പ്രശ്നമുണ്ടായിരുന്നു, മുള്ളൻകൊല്ലിയിൽ പ്രശ്നമുണ്ടായിരുന്നു. ഇവിടെയെല്ലാം തന്നെ ആ വിമത പ്രശ്നങ്ങൾ പൂർണ്ണമായും ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.